എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പാഠഭാഗത്തിൻ്റെ പേരാണ് ഗംഗാ സമതലത്തിലേക്ക്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഒരു വിവരണം ശ്രദ്ധിക്കാം. BCE 2000 ആണ്ട് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു. ജനസംഖ്യാ വർധനവും കാലികൾക്കാവശ്യമായ പുൽമേടുകളുടെ കുറവും ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു. കന്നുകാലികളെയും തങ്ങൾ ഇണക്കി വളർത്തിയ കുതിരകളെയും അവർ കൂടെ കൂട്ടി. യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ പലതരക്കാരായ ജനവിഭാഗങ്ങളോട് കലഹിച്ചും ഇഴുകിച്ചേർന്നും അവർ മുന്നോട്ട് നീങ്ങി. അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലെത്തി. തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ഇവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. ഇന്ത്യ എന്ന വിസ്മയം എന്ന ഗ്രന്ഥത്തിൽ A.L. ബാഷാം എന്ന് പറയുന്ന ലേഖകൻ എഴുതിയൊരു വിവരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൽ ആര്യന്മാർ എന്ന വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവർ രൂപം കൊണ്ടത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ ഒരു വിവരണം വായിച്ചതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആര്യന്മാർ നാടോടികളായ ഇടയന്മാരായിരുന്നു. ജനസംഖ്യാ വർധനവ് മറ്റ് ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു. അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലെത്തി. തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ഇവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്തായിരുന്നു? ഈ ആര്യന്മാർ നാടോടികളായ ഇടയന്മാരായിരുന്നു. നാടോടികളുടെ പ്രത്യേകത എന്താണ്? നാടുകളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഒരു പ്രദേശത്ത് തന്നെ താമസിക്കാതെ അവരെന്ത് ചെയ്യും? എല്ലാ പ്രദേശങ്ങളിലും അവരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് നാടോടികളുടെ പ്രത്യേകത. അപ്പോൾ ആര്യന്മാർ എങ്ങനെയുള്ള നാടോടികളായിരുന്നു? ഇടയന്മാരായിരുന്നു. ഇടയന്മാരായ നാടോടികളായിരുന്നു ആര്യന്മാർ. ഇവരെന്താണ്? ജനസംഖ്യാ വർധനവാണ് അവരെ മറ്റ് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ അവർ പല ദിശകളിലേക്ക് സഞ്ചരിച്ചു. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും ഒക്കെ അവരിങ്ങനെ സംഘങ്ങളായി സഞ്ചരിച്ചു തുടങ്ങി. അതിലൊരു വിഭാഗം യൂറോപ്പിലെത്തി. തെക്കോട്ട് സഞ്ചരിച്ചവരാവട്ടെ തെക്കോട്ട് സഞ്ചരിച്ചവരിലൊരു വിഭാഗം എവിടെ എത്തി? ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. അതാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഭാഗം. അതായത് തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു. ഇവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്? ആര്യന്മാരെന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്ന നാടോടികളായ ഇടയന്മാരായിരുന്നു. ഇതാണ് ആര്യന്മാരുടെ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ ആര്യന്മാരെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ ഹിസ്റ്ററി. ഇനി ഇവിടെ നിങ്ങൾക്ക് 4 ഭാഷകൾ തന്നിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം. ഇതിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പട്ടിക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരേ വാക്കിന് അല്ലെങ്കിൽ ഒരേ പദത്തിന് പല ഭാഷകളിൽ പറയുന്ന പേര് എന്താണ്, അല്ലെങ്കിൽ പല ഭാഷകളിൽ അത് എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിത് പറയുന്നത്, അതാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഫാദർ മദർ എന്ന് പറയും. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ പാറ്റർ എന്നാണ് പറയുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഫാദറിന് പാറ്റർ എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പെറ്റർ എന്ന് പറയുന്നു. സംസ്കൃതത്തിൽ പിതൃ എന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറയുന്ന പദം ലാറ്റിൻ ഭാഷയിൽ പാറ്റർ എന്നും ഗ്രീക്ക് ഭാഷയിൽ പെറ്റർ എന്നും സംസ്കൃത ഭാഷയിൽ പിതൃ എന്നും പറയുന്നു. രണ്ടാമത്തേതായി മദർ. ഇംഗ്ലീഷിൽ മദർ എന്ന് പറയുന്ന വാക്ക്
ലാറ്റിൻ ഭാഷയിൽ മാറ്റർ എന്നും ഗ്രീക്ക് ഭാഷയിൽ മെറ്റർ എന്നും സംസ്കൃത ഭാഷയിൽ മാതൃ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ഭാഷയിലും വരുന്ന വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ഭാഷയിലേക്ക് പോകുമ്പോൾ ഒരേ പദത്തിന് തന്നെ അല്ലെങ്കിൽ ഒരേ വാക്കിന് തന്നെ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ ഒരു പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ പൊതുവെ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിലേക്കും അതുപോലെ ഏഷ്യയിലേക്കൊക്കെ ആര്യന്മാർ എത്തിച്ചേർന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയൊക്കെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകളെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ. ഈ ഭാഷകളിലൊന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം ഇതൊക്കെ ഇന്തോ യൂറോപ്യൻ ഭാഷകളാണ്. ഇതിൽ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആര്യന്മാർ എന്ന് പറയുന്നത്. ഇനി സംസ്കൃതത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദം അഥവാ ഋഗ്വേദം എന്നൊക്കെ നമ്മൾ പറയും. അത് ഈ ഋഗ്വേദം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കൃതിയാണ്. നമുക്ക് എന്താണ് ഋഗ്വേദം എന്ന് നോക്കാം. പുരാതന ഇന്ത്യയിലെ വൈദിക സംസ്കൃത സൂക്തങ്ങളുടെ ഒരു ശേഖരമാണ് ഋഗ്വേദം. ഹിന്ദു മതത്തിന് അടിസ്ഥാനമായി കരുതപ്പെടുന്ന ചതുർവേദങ്ങളിൽ ആദ്യത്തേതുമാണ് ഇത്. അപ്പോൾ ഋഗ്വേദമാണ് സംസ്കൃത ഭാഷയിൽ ഏറ്റവും ആദ്യമായി രചിച്ചിട്ടുള്ള കൃതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാചീന ഇന്ത്യയിലെ വൈദിക സംസ്കൃത സൂക്തങ്ങളുടെ ഒരു ശേഖരമാണ് ഋഗ്വേദം. അതുപോലെ തന്നെ ഹിന്ദു മതത്തിന് അടിസ്ഥാനമായി കരുതപ്പെടുന്ന ചതുർവേദങ്ങളിൽ ആദ്യത്തേതാണ് ഋഗ്വേദം. ഇനി ഇവിടെ നിങ്ങൾക്ക് സരമ പണി സംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭാഷണം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളതാണ് ഈ ഒരു സരമ പണി സംവാദം. ഈ സരമ പണി സംവാദം മെയിനായിട്ടും എന്താണെന്ന് വെച്ചാൽ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയായ സരമയും തദ്ദേശീയരായ പണികളും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ഇവിടെ സരമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയാണ്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ തദ്ദേശീയരാണ്, അവിടെയുള്ള തദ്ദേശീയരെയാണ് നമ്മൾ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സരമയും പണിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ സരമ പണി സംവാദം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്മാർ തദ്ദേശീയരായ പണികളോട് കന്നുകാലികളെ ആവശ്യപ്പെടുന്നതാണ് സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇവിടെ ഈ ഒരു സരമ പണി സംവാദത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്മാർ പണികളോട്, അതായത് തദ്ദേശീയരായ പണികളോട് കന്നുകാലികളെ ആവശ്യപ്പെടുന്നു. ഇതാണ് ഈ ഒരു സരമ പണി സംവാദത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് സപ്തസൈന്ധവ പ്രദേശം നിലനിൽക്കുന്നത്. അതായത് ആര്യന്മാർ താമസിക്കുന്ന അല്ലെങ്കിൽ ആര്യന്മാർ താമസിച്ചിരുന്ന സപ്തസൈന്ധവ പ്രദേശം നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ്. ഏകദേശം 3500 വർഷം മുൻപ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇതിനവരെ സഹായിച്ചത് കുതിരകളും കുതിരകളെ കെട്ടിയ രഥങ്ങളുമായിരുന്നു. അവരുടെ സഞ്ചാരപാതയിൽ നിന്ന് ലഭിച്ച കുതിരകളുടെ എല്ലുകളും രഥങ്ങളും അവശിഷ്ടങ്ങളും ഇതിന് തെളിവാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സമയത്ത് എവിടെയാണ് ആര്യന്മാർ എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏകദേശം ഒരു 3500 വർഷങ്ങൾക്ക് മുൻപാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറുള്ള സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ പോകുന്ന വഴി, വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വഴി അവരുടെ കയ്യിലുള്ള കുതിരകളെയും കന്നുകാലികളെയൊക്കെ കൂടെ കൂട്ടിയിരുന്നു എന്ന്. അപ്പോൾ അവർ ഈ കുതിരകൾ, അതുപോലെ കുതിരകളെ കെട്ടിയ രഥങ്ങൾ, അതിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട്, ഇവരുടെ സഞ്ചാരപാതയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഇവിടെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള തെളിവ് കിട്ടുന്നത് അവരുടെ ഈ ഒരു സഞ്ചാരപാതയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കുതിരകളുടെ എല്ലുകൾ, അതുപോലെ രഥങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്തസൈന്ധവ പ്രദേശത്തെ ജനജീവിതം എങ്ങനെയായിരുന്നു, അഥവാ സപ്തസൈന്ധവ പ്രദേശത്ത് ആര്യന്മാരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം പഠിക്കുന്നത്
ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചത്. എന്താണ്? ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ വ്യത്യസ്ത തരം ഗോത്രങ്ങളായിട്ടായിരുന്നു ആര്യന്മാർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ ഓരോ ഗോത്രങ്ങളിലും ഒരുപാട് കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെ ഗോത്രത്തലവനായി തിരഞ്ഞെടുത്തിരുന്നു. ഗോത്രത്തലവന്മാരെ സഹായിക്കാൻ ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു. വിധാത, സഭ, സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഗോത്രത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെയാണ് ഗോത്രത്തലവനായിട്ട് അവരവിടെ തിരഞ്ഞെടുത്തിരുന്നത്. ഈ ഗോത്രത്തലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. 3 പേരിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത്: വിധാത, സഭ, സമിതി. ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ഇവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ഗോത്രത്തിലും ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഗോത്രത്തിലെ മുതിർന്ന അംഗത്തെയാണ് നമ്മൾ ഗോത്രത്തലവനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഗോത്രത്തലവന്മാരെ സഹായിക്കാനായിട്ട് 3 സഭകൾ ഉണ്ടായിരുന്നു, ഗോത്രസഭകൾ. വിധാത, സഭ, സമിതി എന്നീ പേരുകളിലായിരുന്നു ആ ഗോത്രസഭകൾ ഉണ്ടായിരുന്നത്. ഇനി ആര്യന്മാരുടെ പ്രധാന തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ഇവർ യുദ്ധങ്ങളും നടത്തിയിരുന്നു. ഇത്രയുമാണ് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത്, എന്താണ് സപ്തസൈന്ധവം? നമ്മളിപ്പോൾ ഇത്രയും നേരം സപ്തസൈന്ധവ പ്രദേശത്താണ് ആര്യന്മാർ എത്തിച്ചേർന്നത്. അവിടുത്തെ അവരുടെ ജനജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് സപ്തസൈന്ധവം, അല്ലെങ്കിൽ എവിടെയാണ് ഈ സപ്തസൈന്ധവം ഉള്ളത്? അതാണ് അടുത്തത് നോക്കുന്നത്. സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളായ ജലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സപ്തസൈന്ധവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി, അതിലെ 5 പോഷക നദികൾ, അതുപോലെ തന്നെ സരസ്വതി നദി, ഇത് 3ഉം ചേർന്നിട്ടുള്ള പ്രദേശത്തിനെയാണ് സപ്തസൈന്ധവം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആര്യന്മാർ ജീവിച്ചിരുന്നത്. അടുത്തതൊരെണ്ണം പഠിക്കാൻ പോകുന്നത് ഗവിഷ്ടി. എന്താണ് ഗവിഷ്ടി? നമ്മളിപ്പോൾ കഴിഞ്ഞ ആര്യന്മാരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടിയിട്ട് ഇവർ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന്. അപ്പോൾ ഈ ഗവിഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങൾ. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളെയാണ് ഗവിഷ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിൽ, ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഇവിടെ കൊടുക്കുന്നത്: ഋഗ്വേദ കാലത്തെ സമൂഹം. എങ്ങനെയായിരുന്നു ഋഗ്വേദ കാലത്തെ സമൂഹം ഉണ്ടായിരുന്നത്? പ്രധാനമായും 3 തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്: പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ. ഇങ്ങനെ 3 തട്ടിലായിരുന്നു ഋഗ്വേദ കാലത്തെ സമൂഹം ഉണ്ടായിരുന്നത്. ഏറ്റവും ഉയർന്ന തട്ടിൽ പുരോഹിതർ, അതിനുശേഷം സേനാനികൾ, ഏറ്റവും അവസാനമായി സാധാരണക്കാർ. ഇതായിരുന്നു ഋഗ്വേദ കാലത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ആര്യന്മാർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ആര്യന്മാർ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ ഇന്തോ യൂറോപ്യൻ ഭാഷകൾ എന്താണെന്ന് പഠിച്ചു. ഋഗ്വേദം എന്താണെന്ന് പഠിച്ചു. സരമ പണി സംവാദത്തെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ജനജീവിതം, അതായത് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതം, എന്താണ് സപ്തസൈന്ധവ പ്രദേശം, ഗവിഷ്ടി എന്താണ്, അതുപോലെ തന്നെ ഋഗ്വേദ കാലത്തെ സമൂഹം എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക് യു.